ഉരുൾപൊട്ടൽ സംഹാര താണ്ഡവമാടിയ ചൂരൽ മലയിലെ പുഴയുടെ ഒത്ത നടുക്കാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യൻ സൈന്യം നമുക്കായി നിർമ്മിച്ചു നൽകിയ ബെയ്ലി പാലത്തിൻ്റെ മുകളിൽ 26 മണിക്കൂർ കൊണ്ടാണ് ഈ ദൗത്യം സംഘം പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിൻ്റെ പണി പൂർണ്ണ തോതിലേക്ക് വന്നത്. പക്ഷേ നോക്കൂ, ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും നമുക്കിവിടെ ഒരു സഞ്ചാരയോഗ്യമായ ഒരു പാത ലഭിച്ചിരിക്കുന്നു. നമ്മുടെ രക്ഷാദൗത്യത്തിൽ വലിയ പ്രതീക്ഷകൾ നൽകുന്ന അല്ലെങ്കിൽ വലിയ വേഗം കൂട്ടുന്ന ഒരു കടമ്പയാണിത്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയും ഒക്കെ ഇവിടെ ഉറങ്ങാതെയാണ് നമ്മുടെ സൈനികർ. 120 പേരാണ് മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ 120 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒട്ടനവധി സൈനികർ ഇതിൻ്റെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം തോളത്തെടുത്തു കൊണ്ടുവന്ന് ഇവിടെ വന്ന് സ്ഥാപിച്ച അല്ലെങ്കിൽ ഇതിന് കൃത്യമായ നിർദ്ദേശം നൽകിയ സൈനികർ അവർ ഈ നിമിഷം സല്യൂട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം നമുക്ക് സാധിക്കില്ല എന്ന് കരുതിയെടുത്ത് നിന്ന് നമ്മൾക്ക് സാധിക്കും എന്ന് വീണ്ടും നമ്മുടെ സൈന്യം തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ സുബേദാർ KL ലയേഷിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ഇതിൻ്റെ ഒരു സാങ്കേതികത്വം എന്താണ് എന്നൊക്കെ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പലപ്പോഴും ചോദിച്ച് മനസ്സിലാക്കിയത്. നമ്മൾ കൃത്യമായ റിപ്പോർട്ട് അതിൽ നൽകാൻ സാധിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഒരു അഭിനന്ദനം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ നദിയുടെ അത്രയേറെ കുത്തൊഴുക്കുള്ളൊരു ഭാഗത്തിൻ്റെ ഒത്ത നടുക്കാണ്. ഇത് സാധിച്ചു. എങ്ങനെയാണ് സൈന്യം ഈ നിമിഷത്തെ അല്ലെങ്കിൽ ഇത്രയും സമയം നമ്മൾ എങ്ങനെയാണ് ഇതിനെ അതിജീവിച്ച് ഈ പാലം പൂർണ്ണമാക്കിയത്? ആദ്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു സങ്കടമായിട്ടാണ് നമ്മൾക്ക് ആദ്യം ഫീൽ ചെയ്തത്. ഈ ഒരു ഏരിയയിൽ ഇങ്ങനൊരു പ്രോബ്ലംസ് നമ്മൾ ഫേസ് എന്താ പറയുക, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇത്ര വലിയൊരു ദുരന്തം അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെ നമ്മളിവിടെ വരുമ്പോൾ വളരെയധികം മോശമായിട്ടുള്ളൊരു എന്താ പറയുക ഈ എന്താ പറയുക ടെറൈനായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ചൂരൽമലയിൽ നിന്ന് മുന്നോട്ട് അങ്ങോട്ട് മുണ്ടുകൈയിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഈ ഇവിടുന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ സൊസൈറ്റീസും അല്ലെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, ബാക്കി നമ്മൾ കാണുന്ന എല്ലാ തരം എന്താ പറയുക ദുരന്ത നിവാരണമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ നമുക്ക് പ്രചോദനമാണ് ഉണ്ടായത്. എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു റോഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. താങ്കൾ പറഞ്ഞു വരുന്നത് ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം വലിയ ഒരു ആത്മവിശ്വാസം നമുക്കും നൽകിയിട്ടുണ്ട്. വളരെയധികം അവർ വന്ന് നമ്മളടുത്ത് വാളണ്ടറി ആയി ചോദിച്ച് ഞങ്ങൾ ചെയ്തോട്ടെ, ഞങ്ങളും നിങ്ങളെ സഹായിക്കാം, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനൊരു റോഡ് കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളൊരു അവരുടെ എല്ലാ രീതിയിലും മീൻസ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ഒരിക്കലും ഒരു തിരിഞ്ഞ് ചിന്തിക്കേണ്ട വന്നിട്ടില്ല. ഏത് സമയത്തായാലും അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും. രാത്രി പോലും കട്ടൻ ചായ ഇട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു സൈന്യത്തിന്റെ അരികിൽ. ഉറപ്പായും നമ്മൾ പൂർണ്ണമായും ഇന്നലെ രാത്രി ഫുള്ള് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഉറങ്ങാതെ. ഞങ്ങൾ ഇന്ന് ഇപ്പം ഈ നിമിഷം വരെ ഈ പാലം പൂർത്തിയാക്കാൻ എൻ്റെ കൂടെയുള്ള എല്ലാ സൈനികരും ആ കഷ്ടപ്പാടിൽ ഈ നാട്ടുകാരും മീഡിയ വരെയും ഈ രാത്രികളിൽ ഇവിടെ നിന്ന് നമ്മളെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നിരുന്നതാണ്. ആ സപ്പോർട്ടും പിന്നെ എൻ്റെ സീനിയേഴ്സിൻ്റെ സപ്പോർട്ട്, അവരുടെ ഗൈഡ് ലൈൻസ്, ഇതൊക്കെയാണ് നമ്മളുടെ ഈ എന്താ പറയുക ഈ പാലം നിർമ്മിച്ചതിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുന്നത്. പിന്നെ ഇത് മെയിൻ പറയാനുള്ളത് നമ്മളുടെ എൻജിനീയറിംഗ് വിഭാഗത്തിലെ ഒരു ടാസ്കിലെ സർവൈബിലിറ്റി ടാസ്കിലെ A2 സിവിൽ അതോറിറ്റിയിലെ ഒരു ചെറിയൊരു കാര്യം, അതിൽ വരുന്ന ഒരു ചെറിയ ടാസ്കുകളാണ് ഇത് നമുക്ക്. അപ്പോൾ നമ്മളുടെ അതൊരു ഡ്യൂട്ടിയാണ്. പക്ഷേ ഇത് നമ്മളിവിടെ ചെയ്തു തീർക്കുമ്പോൾ നാട്ടുകാരിൽ കാണുന്ന സന്തോഷം നമ്മൾക്ക് വളരെയധികം സന്തോഷം നമുക്ക് തരുന്നു. നമ്മളിത് ചെയ്തു തീർക്കാൻ പറ്റിയല്ലോ എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, അപ്പം എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ഘട്ടത്തിൽ അതിനെല്ലാം മറികടന്ന് ഇവിടെ ഈ പാലം യാഥാർത്ഥ്യമാക്കിയ ഇന്ത്യൻ സൈനികർക്ക് ഹൃദയം തൊട്ടൊരു സല്യൂട്ട്. ഓക്കെ, അതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മവിശ്വാസം നമുക്ക് നൽകുന്നൊരു കാര്യമാണ്. ഇവിടെ പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ രക്ഷാദൗത്യത്തിന് വേഗം കൂടും എന്നതാണ്. കണ്ണനോടൊപ്പം അതുപോലെ തന്നെ ജിഷ്ണുവിനൊപ്പം മഹേഷ് പോലും വരികയാണ്.